അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കാടിനോട് ചേർന്ന് കിടക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം. ഒരിക്കൽ ആ ഗ്രാമത്തിലൂടെ ഒരു കുട്ടി നടക്കവേ ആ കുട്ടി വഴിതെറ്റി കാട്ടിലകപ്പെടുന്നു. അങ്ങനെ കാട്ടിലൂടെ ഒരുപാട് നേരം കുട്ടി നടന്നു. കുട്ടിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ കടിച്ചു പിടിച്ച് ആ കുട്ടി പിന്നെയും നടക്കുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് കാടിൻ്റെ മധ്യത്തിലേക്ക് എത്തുമ്പോൾ ആ കുട്ടി വലിയൊരു മാവ് കാണുന്നുണ്ട്. ആ മാവിൽ നല്ല പഴുത്ത മാങ്ങകൾ ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ആ കുട്ടി ആ മാങ്ങ കണ്ട സന്തോഷത്തിൽ അടുത്തിങ്ങനെ ചുറ്റുപാടും ഒന്ന് പരതുന്നു. അങ്ങനെ ചുറ്റുപാടും ചില ഭംഗിയുള്ള കല്ലുകൾ ആ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ കല്ലുകളുടെ ഭംഗി ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത വിധം അത്രയ്ക്ക് ദാഹവും വിശപ്പുമൊക്കെ ആ കുട്ടിയെ കവർന്നെടുത്തത് കൊണ്ട് ആ കുട്ടി ആ കല്ലുകളെടുത്ത് മാവിനെ ലക്ഷ്യമാക്കി, മാങ്ങയെ ലക്ഷ്യമാക്കി ആ കുട്ടി ഇങ്ങനെ എറിയാൻ തുടങ്ങി. അങ്ങനെ മാങ്ങകൾ ഓരോന്നായിട്ട് താഴെ വീഴുന്നു. കുട്ടി ആർത്തിയോടെ ആ മാങ്ങകളെടുത്ത് ഭക്ഷിച്ച് തൽക്കാലത്തേക്ക് വിശപ്പടക്കുന്നു. അങ്ങനെ കുട്ടി മാങ്ങ തിന്ന സന്തോഷത്തിൽ, വയറ് നിറഞ്ഞ സന്തോഷത്തിൽ പിന്നെയും കാടിനോട് ചേർന്ന് നടക്കുന്നു. അങ്ങനെ നടന്ന് നടന്ന് ഒരു പുഴയുടെ കര ആ കുട്ടി എത്തുന്നു. പുഴയിൽ നിന്ന് നല്ല തണുത്ത വെള്ളം കുടിച്ച് ആ പുഴയോട് ചേർന്ന് കുട്ടി നടന്ന് നടന്ന് അങ്ങനെ വേറൊരു ഗ്രാമത്തിലേക്ക് ആ കുട്ടി എത്തിപ്പെടുന്നു. അങ്ങനെ ഗ്രാമത്തിലെത്തിയ സന്തോഷത്തിൽ ആ ഗ്രാമമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ആ കുട്ടി പിന്നെയും നടക്കവേ പെട്ടെന്ന് കുട്ടിയുടെ കണ്ണുകൾ ഒരു കടയിൽ ഉടക്കുന്നുണ്ട്. ആ കടയിൽ നേരത്തെ ഞാൻ കാട്ടിലെവിടെയോ കണ്ട് മറന്നുപോലെയുള്ള ചില കല്ലുകൾ വിൽപ്പനയ്ക്കായിട്ട് ആ കടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൗതുകത്തിന് ആ കുട്ടി ആ കടയിൽ ചെന്ന് കടക്കാരനോട് ചോദിക്കുന്നു, "അല്ല, എന്തിനാണ് ഈ കല്ലുകൾ ഇങ്ങനെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്? അഥവാ ഈ കല്ലുകൾക്ക് എന്ത് മൂല്യമുണ്ട്?" യഥാർത്ഥത്തിൽ രത്നങ്ങളൊക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ പവിഴമൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലായിരുന്നു, കടയിലായിരുന്നു ആ കുട്ടി ചെന്ന് കയറിയിരുന്നത്. അതുകൊണ്ട് തന്നെ കടക്കാരൻ പറഞ്ഞു, "കുട്ടി, താങ്കൾ ഇത് വിചാരിക്കും പോലത്തെ കല്ലുകളല്ല. മറിച്ച് വലിയ വിലപിടിപ്പുള്ള കല്ലുകളാണ് ഇവിടെ മൊത്തവും അടുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനും ലക്ഷങ്ങളാണ് വില" എന്ന് ആ കടക്കാരൻ ആ കുട്ടിയോട് പറയുന്നു. അങ്ങനെ ലക്ഷങ്ങളുടെ വില കേട്ട ആ കുട്ടി ഉടൻ തന്നെ അവിടെ ബോധരഹിതനായി വീഴുകയാണ്. അങ്ങനെ കടക്കാരൻ വെള്ളമൊക്കെ തിളപ്പിച്ച് ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ച് ചോദിക്കുന്നുണ്ട്, "അല്ല കുട്ടി, എന്താണ് താങ്കൾക്ക് പറ്റിയത്? എന്താണ് പെട്ടെന്ന് വില കേട്ടപ്പോൾ ഇങ്ങനെ ബോധരഹിതനായി വീഴാനുള്ള കാരണം എന്താണ്?" അപ്പോൾ ആ കുട്ടി പറയുന്നൊരു മറുപടി, "ഞാൻ വരുന്ന വഴി കാട്ടിൽ മാങ്ങ എറിഞ്ഞ് കളയാൻ ഇതുപോലെ ഒരുപാട് രത്നങ്ങളെ, ഒരുപാട് കല്ലുകളെ ഞാൻ കളഞ്ഞിട്ടുണ്ട്" എന്നായിരുന്നു ആ കുട്ടിയുടെ മറുപടി. പ്രിയപ്പെട്ടവരെ, കഥ ആമുഖമായിട്ട് പറഞ്ഞു വച്ചത് ഇത് ചെറിയൊരു കഥ മാത്രമല്ല. മറിച്ച് നാളെ മഹ്ശറയിൽ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വിചാരണക്കായിട്ട് നമ്മൾ നിർത്തപ്പെടുമ്പോൾ ഇതുപോലൊരവസ്ഥയിലൂടെ നമ്മളും യഥാർത്ഥത്തിൽ കടന്നു പോകാനുണ്ട്. അഥവാ ചില കാര്യങ്ങൾ, ചില കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് വിചാരണ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ചില കർമ്മങ്ങൾ നമ്മൾ കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ അവഗണിച്ച, അല്ലെങ്കിൽ ഇതൊരു ചെറിയ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയ, അല്ലെങ്കിൽ ചെയ്ത ചെറിയ ചെറിയ ചില കർമ്മങ്ങൾ അത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അതിൻ്റെ ഒരു പ്രതിഫലം കണ്ട്, അതിൻ്റെ ഒരു മാഹാത്മ്യം കണ്ട് ഇതുപോലെ ഈ കുട്ടിയെപ്പോലെ അത്ഭുത സ്തബ്ധരായി നിൽക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, "ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ വലൗ അൻ തൽക ബി അഖാക ബിവജ്ഹിൻ തലീഖ്." അഥവാ നീ നന്മയുടെ കാര്യത്തിൽ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കരുത്. "ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ." നന്മയുടെ കാര്യത്തിൽ നീ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കരുത്. "വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ തലീഖ്." നീ നിന്റെ ഒരു സഹോദരനെ വളരെ പ്രസന്നവദനായി പുഞ്ചിരിച്ച മുഖത്തോടുകൂടി കണ്ടുമുട്ടുന്നത് പോലും നന്മയിൽ നിന്ന് നീ വില കുറച്ച് കാണരുതേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നന്മയുടെ കാര്യങ്ങൾ ഇതുപോലെയാണെങ്കിൽ ഒരു നാണയത്തിൻ്റെ മറ്റൊരു വശമെന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇതുപോലെ ചെറിയ തിന്മയുടെ കാര്യവും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, "ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ" എന്ന് പറഞ്ഞു വെച്ച അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറഞ്ഞു വെക്കുന്നത്, "ഇയ്യാകും വ മുഹക്കിറാത്തി ദുനൂബ് ഫഇന്നഹുന്ന യജ്തമിഅന അല റജുലി ഹത്താ യുഹ്ലിക്ന." അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ചെറിയ പാപത്തെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന പല ചെറിയ കാര്യങ്ങളെയും ചെറിയ പാപങ്ങളെയും നിങ്ങൾ ഇതുപോലെ സൂക്ഷിക്കണം. കാരണം അത് ചെയ്യുക എന്താന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു മനുഷ്യനിൽ കുന്നുകൂടും. മല ഇങ്ങനെ പയ്യെ പയ്യെ ഓരോ കല്ലുകളായി അതൊരു വലിയ മലയായി തീരുന്നത് പോലെ നമ്മുടെ ഈ ചെറിയ പാപങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെറുതല്ലേ, നിസ്സാരമല്ലേ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതെ പോകുന്ന, ഗൗരവത്തിലെടുക്കാതെ പോകുന്ന പല കാര്യങ്ങളും, പല പാപങ്ങളും, പല തെറ്റുകളും അതിങ്ങനെ കുന്നുകൂടി ഒരു മലയോളം വന്ന് അവസാനം ആ പാപങ്ങൾ
ആ മനുഷ്യനെ നശിപ്പിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മളിന്ന് ആധുനിക ലോകത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഒരു ക്യാൻസർ പോലെ അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഒക്കെ പോലെ അപകടകരമാണ് ഇങ്ങനെയുള്ള ചെറിയ തിന്മകളെന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഒരു ഷുഗറുള്ള രോഗി അല്ലെങ്കിൽ ഡയബറ്റിക്സ് വന്നൊരു രോഗിയെ നമ്മൾ പെട്ടെന്ന് അറിയൂല. അല്ലെങ്കിൽ ക്യാൻസറൊക്കെ നമ്മൾ പെട്ടെന്ന് ഡയഗ്നോസിസ് ചെയ്യൂല. മറിച്ച് അതവനിങ്ങനെ കാർന്ന് തിന്ന് ചിലപ്പോൾ ഒരു സ്റ്റേജ് സെക്കൻഡ് ആകുമ്പോൾ, തേർഡ് ആകുമ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാം. അതുപോലെ ഇങ്ങനെയുള്ള പാപങ്ങളുടെ ഒരു പ്രശ്നവും ഇതിങ്ങനെ പയ്യെ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ വ്യക്തിത്വത്തെ ഇങ്ങനെ ഓരോന്നായിട്ട് അത് കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വ്യക്തിത്വമൊക്കെ നമ്മുടെ നഷ്ടപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ നഷ്ടകാരികളിൽ നമ്മൾ ഉൾപ്പെട്ടതിന് ശേഷമായിരിക്കും പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തിന്മയുടെ ഗൗരവത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകുക. അതുകൊണ്ടാണ് രഹസ്യ ജീവിതം നന്നാവുക അല്ലെങ്കിൽ നന്മയെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് എന്നതുപോലെ ഈ തിന്മയെയും നിസ്സാരവൽക്കരിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചരിത്രം നമ്മളതിനകത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അവസാന കാലത്ത് അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് അവസാനിക്കാറായ വേളയിൽ അടുത്ത ഖലീഫയെക്കുറിച്ചുള്ള ചർച്ചകൾ മദീനയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പലരെയും വിളിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഭാവി ഖലീഫ, അടുത്തൊരു ഖലീഫ ആരാകണം എന്നറിയാനായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പലരെയും വിളിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആയിടെ ഉസ്മാൻ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിനെ പറ്റി ഉസ്മാൻ റളിയല്ലാഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നൊരു മറുപടി, ഫഖാല ഉസ്മാൻ അല്ലാഹുമ്മ ഇൽമി ബിഹി അന്ന സരീറതഹു ഖൈറും മിൻ അലാനിയതിഹി. അഥവാ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഉമറിൻ്റെ രഹസ്യ ജീവിതം, ആ രഹസ്യ ജീവിതം അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതത്തെക്കാൾ ഉത്തമമാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഥവാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ നമ്മുടെ രഹസ്യ ജീവിതം പ്രാധാന്യമാവുക അല്ലെങ്കിൽ രഹസ്യ ജീവിതം നന്നാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എപ്പോഴാണ് രഹസ്യ ജീവിതത്തിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയുക? നമ്മൾ ഒരാൾ രഹസ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ആരും കാണാതാകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അവൻ തെറ്റ് ചെയ്യണമെങ്കിൽ അത് അള്ളാഹുവിനെ ഭയമില്ലാതിരിക്കുമ്പോഴാണ്. അള്ളാഹു കാണുന്നില്ല എന്ന ബോധ്യം എന്നൊരു ചിന്ത അവൻ്റെ മുന്നിലുള്ളപ്പോഴാണ്. മറിച്ച് അള്ളാഹു അവനെ കാണുന്നുണ്ട് എന്നൊരു ബോധ്യം അവനുണ്ടെങ്കിൽ അവന് യഥാർത്ഥത്തിൽ രഹസ്യ ജീവിതത്തിൽ അവന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. മറിച്ച് പരസ്യ ജീവിതത്തിൽ അവന് തെറ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് പലരെയും കാണുന്നുണ്ട്, പല ആളുകളും കാണും, എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവർ വിലയിരുത്തും എന്ന് കരുതിയിട്ടാണ് അവർ പരസ്യത്തിൽ തെറ്റ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ പരസ്യത്തിൽ തെറ്റ് ചെയ്യാതിരിക്കുകയും എന്നിട്ട് നമ്മുടെ രഹസ്യ ജീവിതം അത് തെറ്റുകളിൽ മുഴുകിപ്പോവുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരം, അതിൻ്റെ അർത്ഥം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് പേടിയില്ല, മറിച്ച് ജനങ്ങളെയാണ് നമുക്ക് പേടി എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും. അവർ ജനങ്ങളെ കാര്യമായിട്ട് പേടിക്കുന്നുണ്ടല്ലോ, എന്നാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥ സത്യം എന്തെന്ന് വെച്ചാൽ വഹുവ മഅക്കും, അവനാണ് അവൻ്റെ കൂടെയുള്ളത്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ്റോടൊപ്പം എപ്പോഴും അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചിന്ത അലി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായിട്ട് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആരെങ്കിലും ഒരു ന്യായാധിപന്റെ മുന്നിൽ, ജഡ്ജിയുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാരെങ്കിലും ഒരു പോലീസുകാരൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ പരസ്യമായിട്ട് തെറ്റ് ചെയ്യാൻ ധൈര്യപ്പെടുമോ അല്ലെങ്കിൽ മുതിരുമോ? അങ്ങനെ ഒരാളും മുതിരുകയില്ല. മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ പരമ്പര വിഡ്ഢി എന്നാ പറയാം. അല്ലെങ്കിൽ എന്താണ്, ഒരു പോലീസുകാരൻ്റെ മുന്നിൽ തന്നെ പോയി അവൻ അത് ചെയ്തു കളഞ്ഞല്ലോ എന്ന് നമ്മളവനെ കളിയാക്കി ചിരിക്കും. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ കാര്യവും. അഥവാ അവൻ തെറ്റ് ചെയ്യുന്നത് ആരുടെ മുന്നിൽ വെച്ചാണ്? പരമാധികാരനായിട്ടുള്ള അല്ലെങ്കിൽ ന്യായാധിപനായിട്ടുള്ള അങ്ങനെ മഹത്തായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ വെച്ച്. ആ രാജാധികാരത്തിന് മുന്നിൽ വെച്ചാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്രകാരമാണോ ഒരു ന്യായാധിപന്റെ മുന്നിൽ വെച്ച് ഒരു കുറ്റവാളി തെറ്റ് ചെയ്യാൻ മുതിരുന്നത്, അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടും ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യാൻ മുഴുകുന്നത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ അർത്ഥത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് നിർഭാഗ്യവാന്മാരായി പോകുന്ന, നഷ്ടകാരികളിൽ പെട്ടുപോകുന്ന ഒരു കൂട്ടരെ പറ്റി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അഥവാ എൻ്റെ ഉമ്മത്തിൽ നിന്ന് അഖ്വാമുൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ. അങ്ങനെ തിഹാമ പർവ്വതത്തിൻ്റെ അത്രത്തോളം കനത്തിൽ, അത്രയും ഉയരത്തിൽ
തിഹാമ പർവ്വതത്തോളം കർമ്മങ്ങളുമായിട്ട് എൻ്റെ ഉമ്മത്തിൽ നിന്ന് കടന്നു വരുന്ന ചില കൂട്ടരുണ്ട്. ആ കൂട്ടരങ്ങനെ പർവ്വതത്തോളമായിട്ടുള്ള വലിയ വലിയ അമലുകളുമായിട്ട് കടന്നു വരും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബാഅൻ മൻസൂറ ഫജഅൽനാഹ ഹബാഅൻ മൻസൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളെ ഹബാഅൻ മൻസൂറയായിട്ട്, ധൂളികളായിട്ട്, പഞ്ഞികളായിട്ട് പറത്തിക്കളയും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ കൂട്ടരെ പറ്റി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് വയഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂൻ. ആ കൂട്ടരുടെ ഒരു പ്രത്യേകത, അവര് നിങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കും പോലെ, അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയൊക്കെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന അത്ര മുത്തക്കികളായ, അല്ലെങ്കിൽ അങ്ങനെ രാത്രിയൊക്കെ നിന്ന് നമസ്കരിക്കുന്ന വലിയ തഖ്വയുള്ള ആളുകളാണ്. പക്ഷെ അവരുടെ ഒരു പ്രശ്നം വലകിന്നഹും അക്വാമൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹക്കുഹ. എന്നാൽ അവര് ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടച്ചിട്ട 4 ചുവരുകൾക്കുള്ളിൽ അവരൊറ്റക്കാണെന്നൊരു ബോധ്യം അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഒറ്റക്കല്ലെങ്കിലും പല സന്ദർഭങ്ങളിലും ഒറ്റക്കാണ് എന്നവർക്കൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, അവർ അള്ളാഹുവിൻ്റെ ഹറാമുകളെ നിയന്ത്രിക്കാത്തവരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹറാമുകളിൽ മുഴുകുന്നവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ നമ്മുടെ ഒരു രഹസ്യ ജീവിതം, നമ്മുടെ ഒരു ജീവിതം നമ്മളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കണം. വെളിയിൽ വളരെ മാന്യരായിട്ട്, വളരെ വലിയ വ്യക്തിത്വത്തിന് ഉടമയുള്ള, അങ്ങനെ പേരും പ്രശസ്തിയുമുള്ള വലിയ മഹാനാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു നടക്കുന്ന പല വ്യക്തികളുമാണ് നാം. പക്ഷേ അതേ ഒരു വ്യക്തി ജീവിതം, അല്ലെങ്കിൽ അതേ ഒരു വ്യക്തിപ്രഭാവം, അതേ ഒരു കരിസ്മ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അത്തരത്തിൽ രഹസ്യ ജീവിതം അത് നമ്മുടെ പരസ്യ ജീവിതത്തെക്കാൾ മനോഹരമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിക്കും പോലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് പോലെ, അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞു വെക്കും പോലെ, അങ്ങനെ നമ്മുടെ രഹസ്യ ജീവിതവും ഉത്തമമാക്കി മാറ്റാൻ, ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ, അങ്ങനെ രഹസ്യ ജീവിതം മനോഹരമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കോൺഫിഡൻസോടുകൂടി, വളരെ പുഞ്ചിരിച്ച മുഖത്തോടുകൂടി കണ്ടെത്താൻ നമുക്കും സാധിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ രഹസ്യ ജീവിതം നമ്മുടെ പരസ്യ ജീവിതത്തേക്കാൾ വളരെ മനോഹരമാക്കി, വളരെ പെർഫെക്റ്റാക്കി നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.